അപ്പോൾ കൂട്ടുകാർ നമ്മളിപ്പോൾ ആയിരിക്കാം വയനാട്ടിലെ പൂപ്പലി 2026 സെക്ഷനിലാണുള്ളത്. ഇവിടെ പല വിധത്തിലുള്ള പല വ്യത്യസ്തമായ പൂക്കളൊക്കെ കാണാനുണ്ട്. അതൊക്കെ കാണാനായിട്ട് നമ്മൾ വന്നാണ്. ഇനി നമുക്ക് വഴിയിലേക്ക് പോകാം. അങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പ്രവേശന ഫീസായ ഒരു 70 രൂപയുടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് പ്രവേശിച്ചു. ഒരു ദിവസം മുഴുവൻ വന്നാലും കണ്ടു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള വിവിധ വർണ്ണത്തിലും നിറത്തിലുമുള്ള ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നേർക്കാഴ്ചയിലാണ് നമ്മളിപ്പോൾ വന്നത്. കണ്ടുപോകാം. ഇവിടെ പല ഇനത്തിൽപ്പെട്ട വ്യത്യസ്തമായ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കോഴികളൊക്കെ കാണാനായിട്ട് സാധിച്ചു. ഇത് പുഞ്ചിരി സാൻമീഡിയക്ക് വേണ്ടിയാണേ. നിങ്ങൾ ഇവിടെ വന്ന് എവിടുന്ന ഇപ്പം വരുന്നേ? ഞങ്ങൾ കണ്ണൂരിന്നാണ് വരുന്നത്. തളിപ്പറമ്പ്. എങ്ങനെയുണ്ട് ഇവിടെ ഒന്ന് ഇഷ്ടപ്പെട്ടോ? ഓ സൂപ്പറാണ്, വെരി ഗുഡ്. കാരണം വെച്ചാൽ ഒരു 2 hour ഇവിടെ എൻജോയ് ചെയ്യാനുണ്ട്. അടിപൊളി പ്രോഗ്രാം അല്ലേ? അടിപൊളി പ്രോഗ്രാം. എല്ലാവരും വന്ന് കാണാനായിട്ട് നമ്മളെല്ലാവരും പ്രചോദനം ചെയ്യുന്ന എല്ലാവരും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കണ്ടു അല്ലേ? ഓ സുഖം. അപ്പൊ ഓക്കെ, ഹാപ്പി അല്ലേ? താങ്ക് യു. ഹാപ്പി. ഫാമിലി ആയിട്ടാണ് വന്നേ? ഫാമിലി ആയിട്ടുള്ള വന്നത്. ഇപ്പൊ നമ്മൾ ചങ്ങായിമാരോട് വന്നിട്ടാണ്. അവിടെ കിട്ടുന്ന വൈബ് നമുക്ക് ഫാമിലി ആയിട്ട് വന്നാൽ കിട്ടില്ല. ഓക്കെ, താങ്ക് യു. പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ഓക്കെ, അപ്പൊ പുഞ്ചിരി സാൻമേഡിക്ക് വേണ്ടി വീണ്ടും കാണാം. അതുപോലെ കൊച്ചുകുട്ടികൾക്കായിട്ടുള്ള ട്രെയിനും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ആയിരിക്കുക പൂപ്പലി പ്രദർശനശാല 2026 അതിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിലാണുള്ളത് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഈ സ്റ്റോറിലൂടെ വിൽക്കുന്നൊക്കെ നോക്കണം. അതുപോലെ നല്ല റോസ ചെടികൾക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? നല്ല മനോഹരമായ പൂക്കളൊക്കെയാണ്. തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഇവിടെ പ്രദർശനമൊക്കെ ആയിട്ട് ഇവിടെ ഒരു മറ്റൊരു സ്റ്റാളും കൂടെ ഉണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഇന്നത്തെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് സാറിന് തന്നെ പറയാനുള്ള ഇവിടുത്തെ ഈ ഗംഭീരമാണ് അല്ലെ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാം കണ്ടു. പൂക്കളെ കുറിച്ചൊക്കെ എന്നാ പറയാനുള്ളത്? അതിഗംഭീരമായ സെറ്റപ്പാണ്. എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും. അതെ അല്ലേ? നിങ്ങൾ രാവിലെ എത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു? നാട്ടിലെവിടെയാ? ഓക്കെ, ഇവിടെ എത്ര മണിക്ക് ഇവിടെ എത്തി? 2 മണിക്കൂറായി. അപ്പൊ ഓക്കെ, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ബൈ സാർ. ഓക്കെ. സാർ, അപ്പൊ ഇവിടുത്തെ ഈ പൂമ്പടി 2026 കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ വെച്ച് നടക്കുന്നത്? നല്ല അഭിപ്രായം. നമ്മൾ വന്നു, ആദ്യമായിട്ട് വന്നതാണ്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് നല്ല കാഴ്ചകളൊക്കെ കാണാനുള്ള അവസരങ്ങളുണ്ടല്ലേ? നല്ല പൂമ്പെല്ലാം കണ്ടു, ഒരുപാട് പൂക്കൾ കണ്ടു, പരിചയപ്പെട്ടു. നമ്മൾ കാണാത്ത പൂക്കൾ ഒരുപാട് കണ്ടു. നല്ല മുട്ടായി ഒഴിച്ച് കഴിക്കുന്നു. ഓക്കെ.
നമുക്ക് ഈ പൂപ്പലി എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം ഇവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടോ വയനാട്ടിൽ, അതോ ഈ അവസരങ്ങളിൽ മാത്രമേ ഉള്ളോ? അതാണ് ഓക്കെ. ഇത് ഫുൾ ടൈം ഇവിടെ ഉണ്ടോ, അതോ ഈ ഒരു അവസരങ്ങളിൽ മാത്രമേ ഉള്ളോ? അല്ല, സ്റ്റാള് പൂപ്പലി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഓക്കെ സാർ, പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ഓക്കെ. ഈ ഗാർഡൻ്റെ ഉള്ളിലൊരു ക്ലോക്കൊക്കെ നമുക്ക് കാണാം. അതിലിങ്ങനെ ടൈം ഇങ്ങനെ ചേഞ്ച് ആവുന്നതൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ വയനാട്ടിലുള്ള ഈ പൂപ്പലി 2026 ഫ്ലവർ ഷോയും ഈ പാർക്കൊക്കെ നമുക്ക് കാണാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ടും നല്ല അവസരമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.